ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒക്കെ പോയ ഹോട്ടലിൽ ബീഫ് ചില്ലിയാണ് അധികം ആവശ്യപ്പെടുന്നതും ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതും ഒക്കെ. പിന്നെ ഒരു കാര്യം നമ്മൾക്ക് ഉണ്ടാക്കാനും, അതായത് നമ്മളിപ്പോൾ ബീഫും കൊണ്ട് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, അതൊക്കെ നമ്മൾ ചെയ്യും. എനിക്ക് തോന്നിയത് ബീഫ് ചില്ലി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഒന്ന് വേവിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പിന്നെ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കഴിക്കാനിരിക്കുമ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുക. പക്ഷെ അത്ര എനിക്ക് എളുപ്പവും തോന്നി, നല്ല ടേസ്റ്റിയും തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ബീഫ് ചില്ലി പറയുന്നത്. നമുക്കത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊന്ന് പരിചയപ്പെട്ടാലോ. എനിക്കിവിടെ നല്ല ബീഫ്, അതായത് നല്ല ബീഫ് പോയി മേടിച്ചിട്ട് വന്നതാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിത് മേടിക്കുന്നതാണ്. പക്ഷേ എനിക്ക് 1.5 കിലോൻ്റെ അയാൾ കട്ട് ചെയ്ത് തന്നതാണ്. ഇതിൽ 1.5 കിലോനുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ക്രഷ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കോൺഫ്ലവർ, വെളുത്ത എള്ള്, ഉപ്പ്, കളർ പൗഡർ, പിന്നെ വിനാഗർ. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ബീഫിനെ നല്ല കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലൊന്ന് ഫസ്റ്റ് വേകാൻ വെക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ പീസാക്കി എടുക്കണം, എന്നാലേ നമുക്ക് ചില്ലിക്ക് നീട്ടത്തിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം മതി, ഒരു കൈ. അതായത് ഇതിൽ വെള്ളം ആവണതാണ്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ആക്കണമെങ്കിൽ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളം വരും, നോക്കണേ. ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൽ ഈ വെള്ളം മതിയാവും, ഇത്ര വെള്ളം മതിയാവും. ഇനി കൂടുതൽ ഒഴിക്കരുത്. 3 4 ഒരു 4 ബിസിൽ നന്നായിട്ട് വറ്റാം. അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മുടെ 5 ബിസിലൊക്കെ വന്നു. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. പ്രഷറൊക്കെ പോയി. അപ്പോൾ നോക്കിക്കോളൂ. ഓരോ പീസായിട്ട് അങ്ങോട്ട് മാറ്റാം. അപ്പം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഞാനത് എന്തിനാണെന്ന് കാണിച്ചു തരാം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ചൂടാറട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നീട്ടുമല്ലേ, നമ്മൾക്ക് ഏത് നീട്ടത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്താൽ. നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതാക്കണമെങ്കിൽ ഈ സൈസ് ആക്കാതാ. ബീഫ് ചില്ലിക്ക് ശരിക്കും ഇങ്ങനെയാണ് കട്ടിങ് വരേണ്ടത്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. പക്ഷെ ഞാൻ ഈ സൈസാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. ഇതാ നോക്കിക്കോളൂ. അപ്പോൾ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊന്ന് മസാല പരട്ടി കൊടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായി മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഇനി എന്തൊക്കെ പൊടി ചേർത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമ്മൾ അപ്പോഴേ എടുത്തതിൻ്റെ ഇഞ്ചി പേസ്റ്റ് കുറച്ചുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം എന്തപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് അനുസരിച്ച് ഇട്ടോളൂ. കുരുമുളക് പൊടി നല്ല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്, നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ്, എല്ലാവിടെയും മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ. ഞാൻ ഇടണമെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വലിയ ജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കണം, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ പൊടി ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട്. വിനാഗിർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിർ നമുക്കൊരു 2 ടീസ്പൂൺ ഒഴിക്കാം. 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് വിനാഗിർ. ഫുഡ് കളറാണ് ഞാൻ ഇടുന്നത്. ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം കൂടെ കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നല്ല പാകപ്പെടുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ വേണ്ടത്, ഒരു അരമണിക്കൂർ നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അരമണിക്കൂറായി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കറുവപ്പലയൊന്ന് വറുത്തെടുക്കാം. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 5-6 കീറി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമുളക് നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചേർത്തിയാൽ മതി. പക്ഷെ ചില്ലിക്ക് ഇതൊക്കെ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഇനി നമ്മുടെ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായി തൂക്കി ഇട്ട് കൊടുക്കാം. നോക്കിക്കോളൂ. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നല്ലോണം നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചില്ലിയൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. നമ്മുടെ കുട്ടികൾ ഒരു പൊറോട്ടയും കൊണ്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കുട്ടികൾ ഇരുന്ന് കഴിച്ചോളും. ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം കുറച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലിയൊക്കെ വറുത്ത് കഴിഞ്ഞു. ലാസ്റ്റ് എത്തിയാണ് കോരുന്ന് നോക്കാം. ഇതൊന്ന് കോരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാനേ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിൽ എണ്ണ നിൽക്കും. അപ്പോൾ നമ്മൾ മുഴുവനും കോരിക്കഴിഞ്ഞ ശേഷമേ ഇങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലിയൊക്കെ റെഡിയായി. ഗ്യാസൊക്കെ ഓഫാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ മുളകും പിന്നെ കറുകപ്പലയൊക്കെ എന്തിനാണ് വറുത്തതെന്ന് ചോദിച്ചില്ലേ, ഇതിൽ കൂടി ഒന്ന് അങ്ങോട്ട് തൂവി കൊടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാനിരുന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ വേണ്ടത്, ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാബുവിനെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം.
അങ്ങനെ ബാബു നമ്മുടെ ബീഫ് ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് കഴിച്ച്. അതെ, വെറൈറ്റി പലവിടെയും കണ്ടിട്ടുണ്ട് ഒരുപാട് ബീഫ് ചില്ലികൾ. നമ്മുടെ അടിപൊളിയായിട്ട് നമ്മള് തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ് കണ്ടുപിടിച്ച ഗംഭീര ഒരു റെസിപ്പിയില് ഗംഭീര ഒരു ബീഫ് ചില്ലിയാണ് ഈ കാണുന്നത്. ഗംഭീര പീസുകളാണ് ഇതാ, അങ്ങനെ മുരുക്കനെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ സൗണ്ട് കേൾക്കണതാ, അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കണ്ടാൽ അറിയാം, പൊട്ടിച്ചാലൊക്കെ അറിയും. നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സംഭവം കിടുക്കാച്ചി ആയിട്ടുണ്ട് ഇല്ലേ കാണാൻ പുഷ്പമ്മ. അതിൽ ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇങ്ങനെ വറുത്തിടണം, എന്നാലും ഒരു ടേസ്റ്റ് കൂടുള്ളൂ അല്ലേ. എണ്ണയിൽ ആദ്യം വറുത്തെടുക്കും, അതെന്തിനാ വെച്ചാൽ അതിൽ എരിവും മറ്റും ഒക്കെ അതിൽ തട്ടി നല്ലൊരു ടേസ്റ്റ്, ഹെവി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അപ്പോൾ എന്തായാലും ഇത്ര ഭംഗിയിൽ പുഷ്പം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഓരോന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നല്ലതാ, പൊട്ടുണ്ട്, അടിപൊളിയായിട്ട് വേവൊക്കെ ആയിട്ട്. വേവൊക്കെ അറിയണമെങ്കിൽ എങ്ങനെ എടുത്താൽ മതി, ഇങ്ങനെ കണ്ടില്ലേ അടിപൊളിയായിട്ട് പൊട്ടി വരും. നല്ല വെന്ത് സൂപ്പറായിട്ട് ഇവിടെ സൂപ്പർ ക്രിസ്പി ആയിട്ട്. എന്നാലും കഴിച്ചു കൊടുത്ത് ചോദിക്കണമെന്നില്ല. കഴിച്ചോ, എങ്ങനെയുണ്ട്? ഇതിന് മണം വരുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നമുക്കിതൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ കൊണ്ടുപോവുക, ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടത്തൊക്കെ. നമുക്കിതിപ്പോൾ ടൂർ പോകുമ്പോൾ കറിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങളിലൊക്കെ ആക്കുമ്പോൾ ഒരു ഇത് തോന്നും. ഇതാകുമ്പോൾ നമുക്ക് ആക്കി അനങ്ങാണ്ട് അവിടെ തന്നെ ഇരിക്കും. ഒരു 2-3 ദിവസം സുഖമായിട്ട് നമുക്ക് എടുത്തു വെക്കാം, ഒരു കുഴപ്പവും വരില്ല. വൃത്തിയായി കഴിക്കുകയും ചെയ്യാം. വീട്ടിലും നമ്മൾക്ക് ഒരു അതിഥികൾ വരികയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഓവനിൽ വെച്ച് ചൂടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും ഞാൻ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് തന്നെ. എന്താ വെച്ചാൽ നമ്മളിത് 2 വേവാണ് ശരിക്കും. ആദ്യം കുക്കറിലിട്ടൊന്ന് നന്നായി വേവും, അതിനുശേഷം എണ്ണയിലിട്ട് നല്ല പൊരിച്ചെടുക്കുന്നത്. ഗംഭീര ടേസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഗംഭീര ടേസ്റ്റ് ആയിട്ട്. ഇതിന് മുകളിൽ ആ എള്ളും പിന്നെ മറ്റേ ചില്ലിയുടെ ഇതില്ലേ ക്രഷ് ചെയ്തിട്ടിട്ട് അതിന്റെ ഒരു പ്രത്യേക വൈബ്, കാണാനും ലുക്കായിട്ട് കഴിക്കുമ്പോൾ നല്ല ഗംഭീര ടേസ്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഇനി കടയിൽ പോയി നല്ല ഹെവി പൈസ കൊടുത്തിട്ട് മേടിച്ച് കഴിക്കുന്നു വേണ്ട, ഹോട്ടലിലോ റെസ്റ്റോറൻറ്റോ അല്ലേ. അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ നമ്മളെ ഒരു ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു പ്ലേറ്റ് വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കാം. ഫുഡിൻ്റെ കൂടെയും കഴിക്കാം, അല്ലെങ്കിൽ ശരിക്കും വെറുതെ കുറിക്കാൻ പറ്റുന്നില്ല, ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അല്ലേ. അടിപൊളിയായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ബീഫ് ചില്ലി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കണം. പുഷ്പമിൻ്റെ റെസിപ്പിയിൽ ഉണ്ടാക്കുക, കഴിക്കുക, എന്നിട്ട് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും. അപ്പോൾ അടുത്ത കിട്ടിക്കാച്ച് ഇതുപോലത്തെ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.